പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ആശീർവാദ പ്രാർത്ഥനയിൽ കിടക്കുന്ന മുമ്പായിട്ട് എല്ലാവരും മൗനമായി കുഞ്ഞുങ്ങളെയൊക്കെ പരീക്ഷയ്ക്കുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉണർന്നിട്ടുണ്ടെങ്കിൽ അവരോട് വന്ന് ചേർന്ന് നിൽക്കാൻ പറയണം. അല്ലെങ്കിൽ അവരുടെ മൊബൈലെടുത്ത് അവർ അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറയണം. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാർ തന്നെ അടുത്ത് വിളിച്ച് അവരെ അവിടെ ശിരസ് കൈവച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുഞ്ഞുങ്ങളെ പരീക്ഷ ടൈമിൽ അവരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു പ്രാർത്ഥനകൾ ചെയ്യുന്നത്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്താര നടന്ന 10,000 ആരാധന ശക്തിയാൽ ഇന്നിവിടെ ആരെല്ലാം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബുദ്ധി കുറഞ്ഞ മക്കളുടെ കർത്താവെ, ഓട്ടിസമുള്ള മക്കളുടെ കർത്താവെ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളുണ്ട് ഈശോയെ. ആ കുഞ്ഞുങ്ങളെല്ലാവരും ഗർഭത്തിൽ തന്നെ കർത്താവെ ആന്തരികമായ അപകടങ്ങൾ ഹൃദയത്തിന് ഹോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. എല്ലാം അതിൻ്റെ അവരുടെ അമ്മമാരുടെ വേദനകളുണ്ട് ഈശോയെ. അതെല്ലാം കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഉറക്കം നിന്ന് കർത്താവെ റിലേ പോയ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അത് ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓർമ്മയിലില്ലെന്ന് ഞാൻ അന്താളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആസ്വദിക്കപ്പെടട്ടെ. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ, മറ്റുള്ളവരെ, അവരെ എല്ലാം കർത്താവ് നീ ആസ്വദിക്കണമേ. അവരുടെ യാത്രകളെ ആസ്വദിക്കണമേ. അവരുടെ സംരംഭങ്ങളെ ആസ്വദിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ആസ്വദിക്കണമേ. അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഹോംവർക്കുകൾ നീ ആസ്വദിക്കണമേ. കർത്താവെ, എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത്, അവരുടെ യാത്രയുടെ തടസ്സങ്ങൾ, യാത്രയുടെ എന്നേക്കുള്ള തടസ്സം വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ, അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ,
കർത്താവ് ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ, ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഒരു 4 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവരെ കർത്താവെ അങ്ങനെയുള്ള എല്ലാവരും സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വച്ചിട്ട് ലോണിനായാലും വീടിനായാലും പലതരത്തിലുള്ള അപേക്ഷകൾ, അതിന് പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ, ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ, പിന്നെ അത് കാത്തിരിക്കുന്നവർക്ക് സുബോധർക്കമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കർത്താവെ അവരുടെ പരാതിയും പോരായ്മകൾ നീ തന്നെ പരിഹരിച്ചുകൊണ്ട് കർത്താവെ അവർക്ക് നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് അവരുടെ ജീവിത വിജയം കൈവരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളം ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്നേ അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മർക്കോസ് 8:23, 8:26 ഒരുമിച്ച് പരിശോധിക്കുകയും അതിൻ്റെ വിഷയം ഇതാണ്. കർത്താവ് ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തുമ്പോൾ കുറച്ച് പേര് കൂടി ഈ ബെത്സയിദയിൽ വെച്ചേ, ബെത്സയിദ എന്ന് പറയുന്ന ഒരു സമുദ്രതീര പട്ടണമാണ്. അവിടെ ഈശോ എത്തിയപ്പോൾ കുറച്ച് പേര് കൂടി ഒരു അന്ധനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വരികയാണ്. പക്ഷെ അവനെ സുഖപ്പെടുത്തുന്ന മുമ്പ് കർത്താവ് കാണിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സുഖപ്പെടുത്തുന്ന മുമ്പ് അവനെ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. സുഖപ്പെടുത്തി കഴിഞ്ഞ ശേഷം അവനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്തെന്ന് പറഞ്ഞു. നമുക്ക് ആ ഭാഗം വായിച്ച് കേട്ടിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. മർക്കോസ് 8:23. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതായത് അവൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഇതാണ്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. പിന്നെ ഈശോ കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അവനപ്പോഴ് മനുഷ്യരെ തന്നെ തെളിച്ച് ഉള്ള പോലെ കാണും. അതിന് ശേഷം ഈശോ അവനോട് പറയും, വായിച്ചേ, എന്താ പറയണത്? 8:26 വായിച്ചേ. മർക്കോസ് 8:26. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. അപ്പൊ കർത്താവ് ഒരു വീര്യശക്തി പ്രവർത്തിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോരും, അതിനെ വേർപെടുത്തും. പിന്നീട് അവന് ആ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ ഗ്രാമത്തിൽ പ്രവേശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ മോശമെന്ന് തോന്നിയിട്ടില്ല. ആ വചനം എടുത്തേ, ഹെബ്രായർ 6:4 എടുത്തേ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും. കണ്ട, ഈ ബെത്സയിദ കുരുടന്റെ കാഴ്ചവഴി വചനത്തിൽ ഭയങ്കര ബന്ധമുള്ളത് തോന്നുന്നു. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവാനുഗ്രഹത്തിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇവൻ പഴയ കൂട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാലേ ചില ദൈവത്തെ നിന്ദിക്കുന്നുണ്ട്. ചില കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും ദൈവത്തിന്, ചില വീടുകളിൽ ചില പൊളിച്ച അപ്പന്മാരായാലും അമ്മമാരായാലും എപ്പോഴും അപ്പന്മാർ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വന്ന് കിട്ടിയ തങ്ങളാരോ വലിയ ആളായിപ്പോയി എന്ന് കണ്ടാൽ തങ്ങൾക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിലായി കഴിയുമ്പോൾ ഉടനെ അവരുടെ സ്റ്റൈലിന് വേണ്ടി അവർ ദൈവത്തെ നിഷേധിക്കും. എന്നിട്ട് വല്ല ഫ്രീ തിങ്കേഴ്സ് എന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവർ വേറെ സ്റ്റാറ്റസ് ഉണ്ടാക്കും. ദൈവത്തെ അംഗീകരിക്കണത് ചിലർക്ക് ചില പോരായ്മയെ തരും. അതായത് റോമ 1:20 ഇടയ്ക്കൊക്കെ പറയേണ്ടതാണ് ചിലർക്ക്. അപ്പോൾ അതുപോലെയുള്ള ചിന്താപദ്ധതികളിലൊക്കെ ചെന്ന് ചാടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെയുള്ളവരുടെ ദൈവികമായ കാര്യങ്ങളിലേക്കാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള ശക്തികളുമായിട്ടുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ചങ്ങാത്തം അവസാനിപ്പിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അവരെപ്പോഴും അവരുടെ തൊണ്ട ശവക്കുഴിയാണെന്ന് പറയത്തില്ല, എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, എപ്പോഴും ദൈവത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. റോമ 3:13 എടുത്തേ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അതാണ് ഗ്രാമം. മനസ്സിലായില്ലേ? ചില ആൾക്കാർ സംസാരിക്കേണ്ടി എപ്പോഴും ദ്വയാർത്ഥം ഉണ്ടാവും. ഈ ഊള മനുഷ്യരൊക്കെ അങ്ങനെയാണ്, ദ്വയാർത്ഥം ഉണ്ടാവും എപ്പോഴും. എന്ത് സംസാരിച്ചാലും തെറി ഉണ്ടാവും അതിൻ്റെ അകത്ത്. കാരണം തൊണ്ട തുറന്ന ശവക്കുഴി അറിയാവില്ല. ശവക്കുഴിനെ തുറന്ന് കിടന്നാൽ എന്തും ദുർഗന്ധമായിരിക്കും. അവർ എപ്പോഴും നെഗറ്റീവ് തന്നെ, കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പള്ളിയിലെ കാര്യം പറഞ്ഞ് ഉടനെ കുറ്റം പറയും.
അച്ഛൻ മറക്കേറ്റിന് ഉടനെ കുറ്റം പറയും, വേറെ എന്ത് ധ്യാനകേന്ദ്രം പറഞ്ഞാൽ ഉടനെ കുറ്റം പറയും. അവിടെ തുറന്ന ശവക്കുഴിയാണ്. അപ്പം അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ അവസാനിക്കും. പിന്നെ എന്താ പറയുന്നത്, അതിൻ്റെ മർക്കോസ് അവനെ സുഖപ്പെടുത്തി ചോദിക്കുക, എന്തായാലും സുഖപ്പെടുത്തും. 8:26 എന്താ എഴുതിയിരിക്കണം, ഒന്ന് വായിച്ചേ. മർക്കോസ് 8:26 ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത്. അവൻ സുഖപ്പെട്ട് അനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് പോകരുതെന്ന്. ആ കൂട്ടായ്മയിലേക്ക്, ആ കൂട്ടത്തിലെ ചില കുപ്പിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈകിട്ട് എന്താ പരിപാടിയൊക്കെ ചോദിക്കത്തില്ലേ, എന്ത് പറഞ്ഞാലും ചത്തവൻ്റെ വീട്ടിൽ പരിചരിക്കാൻ കൂടിയാലും കുഴി വെട്ടണവരെ ചില ആൾക്കാർ നിൽക്കും. എന്നിട്ട് ആ ചത്തവൻ്റെ അപ്പം സങ്കടപ്പെട്ടിരിക്കണമെങ്കിൽ അപ്പനോട് ചോദിക്കും, അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും. അതാണ് പരിപാടി, അതാണ് ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ. യവനെ സംബന്ധിച്ചുള്ള ആര് ചത്താലും ആരെ വെട്ടിമൂടിയാലും യവന് സ്മോൾ വേണം. അതാണ് ഗ്രാമം എന്ന് പറയുന്നത് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് വില്ലേജ് എന്നുള്ള അർത്ഥമല്ല. ഇതുപോലെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, ദൈവത്തിനേക്കാൾ ഒന്നാം സ്ഥാനം വേറെ പല പല കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനാണ് ആണ്. അപ്പോൾ ഈശോ എന്താ പറയുന്നത് അവനോട്, ഈ ഇത്തരം കൂട്ടായ്മയിൽ പ്രവേശിക്കുക പോലും 8:26 അത് ഈ നോൻപുകാലം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കൂട്ടായ്മ പ്രവേശിക്കുക പോലും ചെയ്യരുത്. ചെയ്താൽ എന്ത് സംഭവിക്കും? അത് 2:10-2:20 സംഭവിക്കും. എന്താ 2:10-2:20 വായിച്ചേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം, അതാണ് ഈ അറിവാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. ഈ അന്ധന് അറിവ് മൂലം അവർ ലോകത്തിന്റെ ഗ്രാമത്തിന്റെ മാലിന്യങ്ങൾ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും. നമ്മളായിരിക്കും തോൽപ്പിക്കപ്പെടാൻ പോണത്, കണ്ടില്ലേ? കാര്യം ദൈവത്തിനെതിരെ സംസാരിക്കുന്നവൻ എപ്പോഴും പകയുള്ളവനും ഉള്ളിൽ വിഷമുള്ളവനും ഒക്കെ ആയിരിക്കും. അവൻ ഭയങ്കര യുക്തിയും തന്ത്രങ്ങളൊക്കെ പറയും. കാര്യം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലുള്ളത്, എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ദൈവം ഒരു പരീക്ഷണ വസ്തുവോ അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനോ ഒരു ഫോർമുലയോ ഒന്നുമല്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഉള്ളത്. ആ വ്യക്തിപരമായ അനുഭവങ്ങൾ ചില ലക്ഷക്കണക്കിന് അനുഭവങ്ങളാണ്. അതുകൊണ്ടല്ലേ ആൾക്കാർ വിശ്വാസം നിൽക്കണത് അങ്ങനെ. അപ്പം അതുകൊണ്ട് ആ അനുഭവം അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എത്ര രാത്രിയും പകലും ആകുമ്പോൾ തർക്കിച്ചാലും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്താണ്, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി, അപ്പൊ ഈ വീണ്ടും പഴയ കുപ്പിക്കൂട്ടങ്ങളിലേക്ക് അതുപോലെ കുനായ്മ കൂട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കൂട്ടായ്മയും കൂട്ടുകെട്ടുമൊക്കെ ആണ് കേട്ടാ ഉള്ള കാര്യം. നേരത്തെ പറഞ്ഞേക്കാം, നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല, നോൻപും അതും ശരി ഇതും ശരി, നോൻപും ഇതൊക്കെ ആയിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. കുറച്ചൊക്കെ നട്ടല് വേണം. വാഴപ്പിണ്ടി വെച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് നട്ടലുള്ളവർക്കുള്ളതാണ്. താങ്ക് യു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷിയാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്. ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറി. അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത്. ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാലും ആൾക്കാരും ചെയ്യണത്, നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അതായത് വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കുന്നത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന്. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് അങ്ങനെ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പോൾ അതൊരു സമീപനമാണ്. എന്താണത്? അത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പോൾ മകനെ വിളിച്ച് ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ച് ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാൽ മകനോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷേ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും. കാര്യം
പക്ഷേ റീന സാബ് നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാനെപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ? നമ്മൾ നേരത്തെ കണ്ട എന്താണ്? പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്? പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടന്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ യാചനാ പ്രാർത്ഥന അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അത് എങ്കിലും അപ്പോൾ നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടന്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാണ് സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവപൈതലാണെങ്കിൽ യാചനാ പ്രാർത്ഥനകത്ത് ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിൻ്റെ അകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം. പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? ബൈബിളിൽ എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പോൾ എന്താ പറയണത്? എൻ്റെ 6:42 എന്താ പറയണത്? പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ? എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്നിനും പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. പിടിയാ? 6:44 എന്താ യോഹന്നാൻ? എൻ്റെ പിതാവിനാൽ പറഞ്ഞേ, എന്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ ബാഗിനിട്ട് നമ്മളെ അടുപ്പിക്കണതിൻ്റെ അകത്ത് എന്താ കാര്യം? അതെന്താണ്? അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടൻറ്റ് വൈസ് റിച്ചാണത്. എന്താണ്? കർത്താവ് കറക്റ്റ് കണ്ടൻറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും, കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ? കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. പക്ഷെ പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ല, കസ്റ്റമൈസ് പ്രെയറാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ കസ്റ്റമറായി. നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്? കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്. പല വിശ്വാസിയുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണുണ്ടാ?
നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അറിയാം, അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ് അപകടകരമായ സത്യം? പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്, അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്. ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ, ബ്യൂട്ടി പാർലർ നടത്തി ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെന്താണ്? പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്? ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ച് പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം, ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതായത് ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ നിങ്ങൾ ഓർക്കുകയെ ആത്മീയത തലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല, അങ്ങനെയല്ല. ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വീട്, ജോലി, വിവാഹം, വാഹനം, മാന്യമായ ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞത്. മത്തായി 6:32-33. മത്തായി 6:32-33. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പിതാവ് പിക്ചറിൽ നിന്ന് മാറുന്നില്ല. കണ്ടോ? നോക്കിയ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിക്ചറിൽ നിന്ന് മാറത്തില്ല. പിന്നെ പിതാവ് വന്നിരിക്കണുണ്ടല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പിന്നെന്താ? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പൊ ആദ്യം എന്ന് പറയുമ്പോൾ തന്നെ വിഷയത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പം ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറയുക? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കുന്നത്. എന്താണ് ചേർത്തിരിക്കുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്നാണ്. പക്ഷേ ഈശോ ഇപ്പം പഠിപ്പിച്ചിരിക്കണത് എന്താണ്? അത് അവസാനം ചേർക്കാനുള്ളതല്ല, പിതാവിൻ്റെ കണ്ടൻറ്റ് ആദ്യമേ ചേർത്ത് വിടണമെന്ന്. മനസ്സിലായില്ലേ? പിതാവിൻ്റെ കണ്ടൻറ്റ്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ്, പിതാവിനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പ്രാർത്ഥനയുടെ അവസാനം ചേർക്കാനുള്ളതല്ല, പിന്നെന്ത് ചെയ്യണം? ആദ്യമേ ചേർത്ത് വിടണം. അതാണ് മത്തായി 6:33. അതാണ് ആദ്യമേ ചേർക്കണം. ആദ്യം എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെൽത്തി എന്ന് തോന്നണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് അച്ഛാ ഒരു പയ്യനുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്നാണ് ഞാൻ പഠിച്ചാൽ, പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാകും. അപ്പോൾ അച്ഛൻ എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ ഞാനെന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല. ഞാൻ ചോദിച്ചു, നീ എന്നോട് സീരിയസ് ആയിട്ടാണോ ചോദിക്കണമെന്ന് ചോദിച്ചു. സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. സീരിയസ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആണെങ്കിൽ പിന്നെ ഉത്തരം തീർന്നില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിൻ്റെ വഴിക്ക് പോകാമല്ലോ നിനക്ക്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ഇവിടെ ഇവിടെ പുറക്കേണ്ടി വരും. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം എടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ ഞാൻ എപ്പോഴും നിങ്ങളോട് എന്തുകൊണ്ടാണ് മിനിമം പരിശുദ്ധാത്മയെ കുറിച്ച് പറയണത്? മിനിമം പരിശുദ്ധാത്മ. അപ്പം നിങ്ങളെ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേരിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിശുദ്ധിയോടുകൂടി ഈ ക്രിസ്തുവിനെ നാഥൻ രക്ഷകനായി എത്തി പറഞ്ഞുകൊണ്ട് പ്രെയറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെ വരുമ്പോൾ വിഷയം ഉണ്ടാവും. കാര്യം ഇത് കഴിഞ്ഞ് എന്ത് എന്നുള്ളതാണ് ദൈവദൃഷ്ടിന് നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞ് എന്താന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിന് ഉണ്ടാകും. അവിടെയാണ് ഈ പണി നടക്കാൻ പോണത്. പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥനാക്കാലം കഴിഞ്ഞ് വസ്തു വിറ്റ് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താണ് നീ? അതേക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതാണ് വിഷയം. അവിടെ വെച്ച് ബബബ ജപജപ എന്ന് പറയും. എന്താ കാര്യം? സത്യവാങ്മൂലത്ത് മുഴുവൻ പിശാചിൻ്റെ കാര്യമായിരിക്കും എഴുതണത്. പിന്നെ നീ എന്നെ കൊണ്ട് ദൈവത്തിന് നീ ഉടമ്പടി കാലത്തിന് ശേഷം
ബാക്കിയുള്ള നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. ഇപ്പോൾ ഇവിടുത്തെ അരക്കൈ നൂലിൻ്റെ പെസകെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നേടിയതിന് ശേഷം നിൻ്റെ ഒരു നിപ്പ് ദൈവത്തിന് അറിയാം. ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു നിപ്പായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ച് ഈ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ കരകയറ്റി വിട്ടാൽ ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല. അതാണ് വിഷയം. എന്ന് ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സാക്ഷികളിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷി, അതായത് ഈ റീന നിലമ്പൂരിൻ്റെ സാക്ഷി ഉണ്ടല്ലോ, റീന നിലമ്പൂരിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു മകനാണ് വിഷയം. അമ്മയും മകനും. അപ്പം മകൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് വല്ലാത്തൊരു സ്വാധീനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ് ഈ മകൻ്റെ ജീവിതം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയും ദൈവവും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടെന്ന് മകന് ബോധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീന നിലമ്പൂരിൻ്റെ മകൻ്റെ സാക്ഷ്യം, അവർ അമ്മയും മകനും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവനൊരു എന്തോ ഒരു ബിടെക് എൻജിനീയറാണ്. ആ ബിടെക് എൻജിനീയർ ആണെങ്കിൽ അവൻ ഹോസ്റ്റലിലൊക്കെ പഠിച്ച് അവൻ്റെ വയറൊക്കെ പോയായിരുന്നു. ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നത് നിനക്കറിയാമല്ല. നമ്മുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം ലോകത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം മരിച്ചു പോയി. ഇന്ന് വരെ ഞാൻ പിന്നെ കഴിക്കണം ജീവിക്കാൻ വേണ്ടിയൊക്കെയൊന്നുമില്ല. അത്രയും അമ്മ ചമ്മന്തി അരച്ച് തന്നപ്പോൾ ഞാൻ അമ്മയുടെ കൈവ് നക്കുമായിരുന്നു 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് വരെ. അതാണ് അമ്മ. എന്നിട്ട് അമ്മ തന്നെ, വേറെ തന്നെ പകരമില്ല. അപ്പോൾ ഇതുവരെ ഹോസ്റ്റലിൽ പഠിക്കണതിന് അത് തന്നെ ഒരു ടോർച്ചറിങ്ങാണ് ശരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ഇവന് അൾസറായിപ്പോയി അവസാനം. അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മക്കളെ നോക്കി നിൽക്കുന്ന അമ്മമാർ ഈ കോലം കെട്ട് വരുമ്പോൾ അവർ സഹിക്കത്തില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയി പുറത്ത് പോയി പഠിക്കുകയാണ്. ഇവനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡൻസും ഇല്ല. എന്താ ഭക്ഷണം എപ്പോഴും ഇങ്ങനെ പൊടിച്ചത് കെട്ടലും ഛർദിലും പനിയൊക്കെ ആയിട്ട് എല്ലാ അറ്റൻഡൻസും പോയിരിക്കുകയാണ്. കൊളാപ്സായി. പഠനജീവിതം കൊളാപ്സായപ്പോഴും അമ്മ എന്നിട്ടും വിശ്വാസം കളയാതിരിക്കുന്ന കാരണം ഇവൻ റിലേ ചെയ്തിരിക്കുന്ന മുഴുവൻ അമ്മയുടെ വിശ്വാസത്തിലാണ്. എന്താ കാര്യം? അമ്മ പറഞ്ഞ ദൈവം എപ്പോഴായാലും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് മക്കൾ അങ്ങനെ വിശ്വസിക്കണം ശരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. അപ്പം ദൈവമായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് മനസ്സിലാകണം. കാര്യം അവരൊക്കെ നല്ലവണ്ണം നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്. നിങ്ങളൊക്കെ പഠിച്ച മക്കളാണ്, ചിന്തിച്ച മക്കളാണ്. നമ്മൾ വളർന്നു വന്ന കാലമല്ല ഇത്. 10 എടുത്ത് 5 നിരീശ്വരവാദികളാണ് ലോകത്തുള്ളത്. കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും നിരീശ്വരവാദികളാണ്. പ്രൊഫസർമാരായിട്ട് വന്ന പകുതി 10-20% മാത്രമേ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണ് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത്. പിന്നെ ദിശാബോധം കൊടുക്കാനുള്ളത് അമ്മയും അപ്പനുമാണ്. പക്ഷെ അമ്മയുടെ റോളെന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങളുടെ പുരുഷന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സ്ത്രീയെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ 10 വട്ടം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജനിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന ഉണ്ടാകണം. റീന നിലമ്പൂർ പറയുന്ന ഒരു സത്യമുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താണ്? എൻ്റെ തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൽ വിശ്വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആൾക്കാരൊക്കെയാണ് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്താ പറയുക? ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ കാര്യമേ ഉള്ളൂ. എൻ്റെ മകൻ മാത്രമല്ല, അവൻ്റെ മകനും മകൻ്റെ മകനും മകളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾക്ക് അപ്പുറത്തും അവർ കർത്താവിൻ്റെ വിശ്വാസികളായിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ.
നല്ല പാട്ടാണ്, ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ കൈയടിച്ചോണ്ട് ഹല്ലേലൂയ 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 ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുവേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുവേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുവേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുവേ. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആ ദൈവമെത്ര ഉന്നതനാണേ, യേശു എത്ര വലിയവനാണേ. ആ ദൈവമെത്ര ഉന്നതനാണേ, യേശു എത്ര വലിയവനാണേ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാത്തിനും മേലെ യേശു വലിയവനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് എൻ്റെ മക്കളെ ഒരു ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ദൈവം ആ ഒരു ഫയൽ എടുത്തു കഴിയുമ്പോൾ, നമ്മൾ അച്ഛൻ മുമ്പ് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഉടമ്പടി ജീവിതത്തിന് ശേഷം, ഉടമ്പടി കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതിന് സത്യവാങ്മൂലം, ഒരു മൗന സത്യവാങ്മൂലം ദൈവത്തിന് കൊടുക്കണം. എന്നാൽ കുറച്ച് എളുപ്പമാകും ഈ സംഭവം. നമ്മുടെ മുഴുവൻ പ്രശ്നം, പല പ്രാർത്ഥനകളും ഉടമ്പടി പ്രാർത്ഥന ഉത്തരം താമസിക്കാൻ കാരണം ഉടമ്പടി കാലത്തിന് ശേഷമുള്ള അസസ്മെൻറ്റ് വളരെ പൂറായത് കൊണ്ടാണ്. നിങ്ങൾ പഴയ ബോറന്മാരായിട്ടും ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരായിട്ട് ജീവിക്കാനായിട്ട് ദൈവത്തിന് അറിയാം. ഉടമ്പടി കാലത്തിന് ശേഷം നിങ്ങൾ ഇതിനേക്കാൾ മോശമായ ജീവിതം 10 പൈസ കൈ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡംബരം കാണിച്ചു, ആളുകളിയായി, അഹങ്കാരമായി, ദൈവത്തിനെ മറന്ന് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ റിസൾട്ട് ഉള്ളതാണ്. നമ്മളുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഫയല് തലവിധി തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ചാണ്. വാട്ട് ഇസ് ദ ചലഞ്ച് ഓഫ് ദി സ്പിരിച്വൽ ലൈഫ്? നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? നിങ്ങളുടെ ഇനിയുള്ള ശേഷിച്ച ജീവിതകാലത്തെക്കുറിച്ച് ദൈവത്തിരുസിന് ഓൾറെഡി റെക്കോർഡായിട്ട് പോയിട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തിന് നിരക്കാത്തത് വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തണം നിങ്ങൾ. മനസ്സിലായോ? നമ്മുടെ തലവിധി നമുക്ക് തന്നെ തിരുത്താൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്യവാങ്മൂലം കൊടുക്കണം. കർത്താവേ, ഞാൻ ഈ അപകട അവസ്ഥയിൽ നിന്ന് നീ ഉടമ്പടി വഴി എന്നെ രക്ഷപ്പെടുത്തിയാൽ ശേഷിച്ച കാലം, ഇപ്പോൾ റീന നിലമ്പൂർ എന്താ പറയണത്, ഞാൻ മാത്രമല്ല, എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഈ രക്തത്തിൽ പിറക്കുന്ന തലമുറകളെല്ലാം നിൻ്റെ വിശ്വാസം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. ആ ലേഡിയുടെയൊക്കെ പ്രാർത്ഥന എന്തെങ്കിലും റിജക്റ്റ് ആവുക? ഒരിക്കലും റിജക്റ്റ് ആകത്തില്ല. റിജക്റ്റാണെന്ന് നല്ലൊരു പ്രശ്നം. അവർ പറയേണ്ട കാര്യമില്ല. അവർ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മകനും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മകന് കുറേ പ്രശ്നം, ഹോസ്പിറ്റലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ പോയി, അവൻ്റെ പനി ഛർദിലും പിടിച്ച് അജീർണമൊക്കെ ആയി, അവന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല, അവൻ്റെ പരീക്ഷയ്ക്ക് ഉലച്ചു പോയെന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും, ഞാൻ എപ്പോഴും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും, ഞാൻ പട്ടിണിയാണെങ്കിലും ഞാൻ
പറ്റുന്ന പോലെയൊക്കെ പോകും. എനിക്ക് നിവർത്തിയില്ലാത്ത സമയത്ത് ഞാൻ കോളേജിൽ പോകാതിരുന്നുള്ളൂ. പക്ഷേ എനിക്കപ്പോൾ അറ്റൻഡൻസും പോയി. പലപ്പോഴും എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് പരീക്ഷ ചെയ്തത്. ഇത് പൂർത്തിയാക്കാൻ പറ്റുമോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എനിക്ക് അപ്പോഴുള്ള ഐഡിയ എന്താണ്, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ്. അതാണ് ആ മക്കളെ പോണ കണ്ടില്ല. ആകപ്പാടെ എനിക്കുള്ളൊരു ഐഡിയ എന്താണ്, എൻ്റെ അമ്മ ദൈവത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു മേൽഗതി എനിക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ ഞാൻ പരിശ്രമിച്ച് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ മകനെ പ്രതി പ്രാർത്ഥിച്ചും ജീവിച്ചും ഇവർ ബലം പ്രാപിക്കുന്നുണ്ട് ദൈവദൈവസന്നിധിയിൽ. മകനും അതുപോലെ തന്നെ ബലം പ്രാപിക്കുന്നുണ്ട് കർത്താവിൻ്റെ കൃപയിൽ. പഠനത്തിൽ പ്രശ്നമുണ്ട്, ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ആത്മീയതയിൽ പ്രശ്നമില്ല അവന്. കാര്യമുണ്ട്, അവൻ ഈ അമ്മയുടെ മകനാണ്. അതാണ് പ്രശ്നം. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവസാനം പരീക്ഷ 4ാം കൊല്ലം പരീക്ഷ വരുമ്പോൾ എന്താ പറ്റും, 4ാം കൊല്ലം പരീക്ഷ റിസൾട്ട് എന്ത് നോക്കിയാൽ മതി. റിസൾട്ടാണ് പ്രശ്നം. ഇടയ്ക്ക് നമ്മൾ വഴിക്കെന്ത് സംഭവിച്ചോ നിങ്ങൾ ചിന്തിക്കരുത്. വഴിക്ക് ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മാത്രമേ നമ്മുടെ സഹനങ്ങളായിട്ട് വരുന്നുള്ളൂ. പക്ഷേ റിസൾട്ട് എന്താണ്? റിസൾട്ട് നമ്മൾ ഹൈ ഫസ്റ്റ് ക്ലാസ്സിലാണ് BEd പാസ്സായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി പെട്ടെന്ന് അവന് ഒരു ജോലി കിട്ടി, ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ അവൻ ജോലിക്ക് കയറി. അതിനുശേഷം അവൻ ടെസ്റ്റ് എടുത്ത് ജോലിക്ക് കയറി. എല്ലാം അതുപോലെ പെട്ടെന്ന് ജോലിക്ക് കയറി അവൻ ഗുജറാത്തിൽ എവിടെയോ പോയി. അപ്പോൾ അവൻ അവനോട് ഇനി അവിടുന്ന് 3 കൊല്ലം ഇവർക്ക് ആദ്യം കയറിയതല്ലേ ഉള്ളൂ, ജോലിക്ക് കയറിയതേ ഉള്ളൂ. അപ്പോഴേ അവൻ വന്നിട്ട് പറഞ്ഞു, അമ്മ നാട് കാണണമെങ്കിൽ 3 കൊല്ലം എടുക്കുമെന്ന് പറയും. അമ്മ നാട് കാണണമെങ്കിൽ 3 കൊല്ലം എടുക്കുമെന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ കാര്യം, മകൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടല്ല, അവന് നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, എന്താണ്, അവന് കുർബാന കിട്ടാത്തത് കൊണ്ട്. അതാണ് പ്രശ്നം. ഇവിടെ ഇടിയാ ഒരു സ്റ്റോറി പോകുന്ന പോക്ക് നിങ്ങൾ സഞ്ചരിക്കണ വഴി നോക്കണം നിങ്ങൾ. അവന് മകന് വടക്കേ ഇന്ത്യയിൽ ജോലിയാണ്. അവന് പഴയ അവസ്ഥ തന്നെ, ഭക്ഷണമില്ല. പക്ഷെ അവനെ കാണുമ്പോൾ അമ്മയുടെ സങ്കടം എന്താണ്, അവന് നല്ല ഭക്ഷണം കിട്ടണില്ല എന്നുള്ള സങ്കടമല്ല. അവൻ പറഞ്ഞ് ആദ്യമായിട്ട് കാരണം ഇനി 3 കൊല്ലം കഴിഞ്ഞ് മാത്രമേ അവരുടെ കമ്പനിയുടെ നിയമം അനുസരിച്ചിട്ട് നാട്ടിലോട്ട് വരെ കിട്ടത്തുള്ളൂ. അത് അവനെ അറിയാം, അമ്മയോട് അവൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവൻ്റെ സങ്കടം, അവൻ്റെ പള്ളി ഞായറാഴ്ച കുർബാന പള്ളിയുമായിട്ട് വേറെ ജില്ലയിലാണ് മറ്റേ പള്ളി, ആ ജില്ലയിൽ പള്ളി പോലും ഇല്ല. അതാണ് അമ്മയുടെ വല്ലാത്ത സങ്കടം. അവൻ്റെ നിത്യതയെക്കുറിച്ച് ഇവർക്ക് ആശങ്ക ഉണ്ടാവും. പറയും, എല്ലാം കിട്ടി നിത്യത കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ വന്ന് രഹസ്യമായിട്ട് അമ്മയോട് പറഞ്ഞ്, അവൻ കുർബാന സ്വീകരിച്ചിട്ട് എത്ര ദിവസമായി നമുക്കറിയാവുന്ന. ഇതാണ് വിഷയം. ദൈവദൃശ്യന് ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അവർ ഉടമ്പടി ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ, അവൻ കുർബാന സ്വീകരിച്ചിട്ട് എത്ര ദിവസമായെന്ന് അമ്മയ്ക്ക് അറിയാവുന്നു. ആരോട് ചോദിക്കണം? മാതാവിനോട് ചോദിക്കണതാണ്. മാതാവ് അപ്പം തന്നെ ഫയൽ എടുത്തിട്ട് ഒപ്പിട്ട് കൊടുത്ത് പിറ്റേ ആഴ്ച അവൻ കേരളത്തേക്ക് ട്രാൻസ്ഫർ. ഇതാണ് സംഭവം. ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു പ്രശ്നമില്ല. നമ്മുടെ ഈ പ്ലേസ്മെൻറ്റിലാണ് പ്രോബ്ലം വരണത്. ഞാൻ നിങ്ങളുടെ എന്താ പറഞ്ഞത്, പ്ലേസ്മെൻറ്റ്. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ആകർഷിക്കണം. മനസ്സിലായില്ലേ? ദൈവത്തിന് പ്രാധാന്യം അതിനകത്ത് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ അതാണ് നമ്മൾ കേട്ടത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ, അതല്ലേ ആകർഷണമാണ് എൻ്റെ വിഷയം. നിങ്ങളുടെ പ്രാർത്ഥന വെക്കുമ്പോൾ വൈ ഷുഡ് ഗോഡ് ടേക്ക് ദാറ്റ് പ്രയർ? ആ പ്രാർത്ഥന ദൈവം എന്തിന് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവാകർഷണത്തിൻ്റെ ഒരു കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഇപ്പം ചോദിച്ചിട്ട് എന്താ, അവർ ട്രാൻസ്ഫർ വേണമെന്നൊന്നും പറഞ്ഞില്ല. അവൻ കുർബാന സ്വീകരിച്ചെടുത്ത് ദിവസമായെന്ന് അമ്മയ്ക്കറിയാവുമെന്ന് ചോദിച്ചു. അത്ര ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം അമ്മയുടെ സങ്കടമുണ്ട്. പെട്ടെന്നാണ് സാരി എടുത്ത് ഒപ്പിടുന്നത്. നിങ്ങൾക്കറിയാവില്ല, ഇതെല്ലാം മറിയത്തിൻ്റെ കീഴിലാണ് വിഷയം. ഏത് കാനായിലെ കല്യാണമായാലും യേശു സമയമായില്ലെന്ന് പറഞ്ഞാലും അമ്മ തീരുമാനിക്കണം ഒരിക്കലും കാര്യങ്ങൾ. പക്ഷേ തീരുമാനിപ്പിക്കണം. അതിനുണ്ട് ആധ്യാത്മികമായ ആസ്തി, ആകർഷണവും നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ ദൈവത്തോടുള്ള സമീപനത്തിൽ ഉണ്ടാകണം. അതിൽ 1ാം സ്ഥാനം ആർക്കായിരിക്കണം? ദൈവത്തിന് തന്നെയായിരിക്കണം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈ മണിക്കൂറിൽ നിന്നെ മാറ്റിത്തരണമേ. പിന്നെന്താ പറയണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. പക്ഷേ ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയിൽ വരുമ്പോഴെന്താ വരേണ്ടത്? ഈ പിതാവിൻ്റെ ആകർഷണത്തിൻ്റെ കണ്ടൻ്റാണ് ആദ്യം വെക്കേണ്ടത് നിങ്ങൾ. അതായത് യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ സമർപ്പണ പ്രാർത്ഥന വരണം. ചില കാര്യങ്ങൾക്ക് മരുന്നെടുക്കുമ്പോൾ ചികിത്സാ രീതി അതാണ്. യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ, വിഷയം കട്ടിയാണെങ്കിൽ യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ നിങ്ങൾ സമർപ്പണ പ്രാർത്ഥന വെച്ചിട്ട് ദൈവാകർഷണം ഉറപ്പുവരുത്തണം. എങ്കിലാണ്
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആദ്യ യാചനാ പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, ആദ്യമേ പറയണം. അതിനാണ് സ്വർഗസ്ഥനായ പിതാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ നാമം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കണ്ട നോക്കിയേ, യാചന അന്നു വേണ്ട ആഹാരത്തിന് മുമ്പാണ് ആ സംഭവം കിടക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല, അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവിൻ്റെ ആകർഷണം ലഭിക്കാൻ എൻ്റെ ഇഷ്ടത്തിനെതിരെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനുള്ള യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സമർപ്പണ പ്രാർത്ഥനയ്ക്കായി എന്നെ ഒരുക്കിക്കൊണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ അങ്ങ് പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസമാണ്. പ്രഭാതത്തിൽ എല്ലാവരും ഊർജ്ജസ്വലതയോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വിടുതൽ നൽകുകയും 10 കൊല്ലം സാക്ഷ്യം പറയാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. സന്തോഷമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുക. വിശ്വാസത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദൈവസ്നേഹം നിറയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ അങ്ങേറ്റെടുക്കണമേ. ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ ഇവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മനുഷ്യനും 1000 കണ്ണീരോടെയാണ് തിരുസന്നിധിയിലെ ഭാരമുള്ള മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ ഞങ്ങളുടെ തിരുസന്നിധിയിലെ നിൽക്കുന്നത്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, മാതാവേ, പ്രാർത്ഥന കേൾക്കുന്ന തീർത്ഥാടകരും പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഒരു കുഞ്ഞു പോലെ അനുഗ്രഹപ്പെടാതെ എന്റെ കർത്താവേ, അങ്ങയുടെ തിരുമുറവാടുന്ന വലത് കരത്താൽ അനുഗ്രഹത്തിന്റെ ആണിപ്പെടുതാടുന്ന അത്ഭുത കരത്താൽ അടിപ്പിടർ പോലെ ശക്തി മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. മക്കളെ സ്പർശിക്കണമേ. മാരക രോഗങ്ങള്, ധീരവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത ഭാരങ്ങള് യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ ഇപ്പോൾ മാറിപ്പോകട്ടെ. മാത്രമേ ഞങ്ങൾക്കു ദൈവം, അങ്ങേ അൾത്താരത്തിൽ ഞങ്ങൾ അർപ്പണം
ചെയ്യുന്നു സർവ്വം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ ദേവമാതാവെ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിൻ്റെ അടയാളം കാണിക്കണമേ. അപ്പാ, അതേപോലെ തന്നെ യേശുക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിന്റെ മഹത്വത്തിനായി മാർഗ രോഗങ്ങള്, കരള് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, രക്തസ്രാവ രോഗങ്ങള്, പിസിയോഡി രോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള് യേശുവിന്റെ നാമത്തില് ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. കരരോഗങ്ങള്, നടുവിന്റെ വേദനകള്, വേസ്റ്റ് രോഗങ്ങള്, കർത്താവിന്റെ ഇടുപ്പല്ല് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, നടക്കാൻ പറ്റാത്ത അവസ്ഥകള്, യേശു കണ്ണിന് കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്പർശിക്കട്ടെ. സൃഷ്ടി രോഗങ്ങള് സ്പർശിക്കട്ടെ. കർത്താവ് സ്പർശിക്കട്ടെ. മുഴകളുടെ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തൊണ്ട രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ. നാഥാ, സൗഖ്യം നൽകണമേ. എല്ലാവരും എന്നിൽ നിറയണമേ. നാഥാ, സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിയിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവെ ആശ്വസിപ്പിക്കാതെ അമ്മ വിടരുത്. അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കണം. എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്ത പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ടാണ് അങ്ങനെ തിരിച്ച് നിൽക്കുന്നത്. ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട്. ശരിയായ രീതിയിൽ കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പെന്നിരിക്കുന്ന മക്കളുണ്ട്. ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുള്ള മക്കളുണ്ട്. കർത്താവെ, മരിച്ചു പോയതിൻ്റെ പേരിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ പേരിൽ ഇരുട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു, ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ല, എന്നിട്ട് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർത്ത് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി പോണോ വേണ്ടതെന്ന് വിചാരിച്ച് സംശയമുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവർ പോണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മനുഷ്യരെ കുത്തിമലത്തിയിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട്. വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട്. പകയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ കാണിക്കുന്നുണ്ട്. 4 മാസം ഗർഭമുണ്ടായിട്ട് കൊച്ചിന് വളർച്ച ഇല്ലാതിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞ് കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട്. കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിച്ച് നടുവേനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവ് ഓരോരോ രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, അതുപോലെ ഓട്ടിസം രോഗങ്ങൾ, ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരിശമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരണിഞ്ഞ് ജീവിക്കുന്നവരെ അടിപ്പഴ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കടകമ്പോൾ നടക്കുന്നവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നഷ്ടത്തിൽ കലാശിക്കുന്നുണ്ട്. വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നവരുണ്ട്. ജപ്തിനോടുകൂടി വരാൻ പോകുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വീട് സ്ഥലം ഇല്ലാത്തവരുണ്ട്. വെള്ളമില്ലാത്തവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. വെളിച്ചമില്ലാത്തവരുണ്ട്. കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട്. കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. കേസിന് വേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോ അവരെല്ലാം സ്പർശിക്കണം. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങള് മാതാവിന്റെ മധ്യസ്ഥത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ. നാഥാ, സൗഖ്യം നൽകണമേ. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യ കർത്താവ്. മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവെ വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുണ്ട്. ഈശോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. ഈശോ അവർക്കെല്ലാം തീരുമാനം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും
പരിശുദ്ധാത്മാവ് നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത് ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിനെ സത്യം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിസ പ്രോസസ്സിംഗിൽ ഇരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല, ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി, ജോലിയും പോയി, വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല, കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുരുക്കുകളെ, കെട്ടുകൾ, നിങ്ങൾ വീണുപോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു. ശ്രുതികടേ. എൻ്റെ മക്കളെ മുട്ടുന്നേ ആദ്രതയോടെ പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്വർഗീയമായ നിമിഷമാണിത്. ചൊറി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പല്ലുകളുടെ ചുവടുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കാലിൻ്റെ തള്ളവരുടെ താഴെ പാദത്തിൻ്റെ വെള്ളയിൽ അസ്ഥി ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാലു ചവിട്ടിയത്? ആ ദൈവവേദലെ ആ വിഷയം ഇപ്പം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക. ഞവണിക്കായപ്പോൾ ചുരുണ്ടുപോയ ആൾക്കാരുണ്ട്. വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ, എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വ്യക്തികളുണ്ട്. ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കാത്തവര്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവരെ, കരൾ എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. കർത്താവ് മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി താമസിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റിലുണ്ട്, പക്ഷേ ലിസ്റ്റ് വിളിക്കുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഡേറ്റ് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്ര തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അക്കോമഡേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരെ ആവശ്യിക്കുന്നു. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, ഇടത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. പതിലൊക്കെ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അലസിപ്പോയ കുടുംബബന്ധങ്ങൾ, അലസിപ്പോയ ഗർഭങ്ങൾ, അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകൾ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാமல் തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ജീവിതം ഇരുട്ടിൽ കുത്തി നിൽക്കുന്നവർ, അവർ ഈശോയുടെ നാമത്തിൽ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ നിന്ന് ആ പനി, ആസ്മയും അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ, പതിലേക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ, സ്രാവരോഗങ്ങൾ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങൾ
കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കുന്നു. Amen.